കേരള രാഷ്ട്രീയത്തിലെയും വിശിഷ്യ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെയും വൈകാരികമായ ഒരു അധ്യായത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ എം പി കെ സുധാകരനും പാർട്ടി നേതൃത്വം തമ്മിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വൈകാരികമായ പ്രതികരണം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി അണികളുടെ വികാരവും പോരാട്ടവീര്യവും ഉണർത്തുന്ന ഒരു തുറന്ന കത്തായി ഇതിനെ വിശേഷിപ്പിക്കാം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എന്നത് വെറും ഒരു പേരോ പദവിയോ അല്ല, മറിച്ച് ഒരു വികാരമാണ്. പ്രത്യേകിച്ച് CPM-ന്റെ കോട്ടയായ കണ്ണൂരിൽ കടപുഴകാതെ നിൽക്കുന്ന മൂവർക്കൊടിയുടെ കരുത്താണ് അദ്ദേഹം. സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടയിൽ സുധാകരൻ പാർട്ടി വിടുമോ അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമോ എന്ന ആശങ്കകൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അങ്ങ് കണ്ണൂരിലെ രക്തസാക്ഷികളുടെ നേതാവാണ്. കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജ്ജമാണെന്ന രാഹുലിന്റെ വാക്കുകൾ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിരിപ്പാണ്. കണ്ണൂരിലെ കോൺഗ്രസ് ചരിത്രം ചോര കൊണ്ട് എഴുതപ്പെട്ടതാണ്. ഷുഹൈബ്, സജിത് ലാൽ, ലോനാപ്പി, ബെന്നി, ദാസൻ, വസന്തൻ തുടങ്ങിയ എത്രയോ മനുഷ്യർ കോൺഗ്രസിന്റെ കൊടി പിടിച്ചതിന്റെ പേരിൽ മാത്രം ഇല്ലാതാക്കപ്പെട്ടു. ഈ രക്തസാക്ഷികളുടെ എല്ലാം കുടുംബങ്ങൾക്കും അവശേഷിക്കുന്ന പ്രവർത്തകർക്കും സുധാകരൻ എന്നത് വെറും ഒരു നേതാവല്ല, മറിച്ച് തങ്ങളുടെ ഏക അത്താണിയാണ്. ആ രക്തസാക്ഷികളുടെ ആത്മാവിനെ വേദനിപ്പിക്കാൻ സുധാകരന് കഴിയില്ലെന്ന് രാഹുൽ ഓർമ്മിപ്പിക്കുന്നു. പദവികൾക്കായി തർക്കിക്കുന്നവരല്ല, മറിച്ച് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ നൽകിയവരുടെ പിൻഗാമികളാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ കരുത്ത്. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നത് പോലും കേവലം പദവികൾ മാത്രമാണ്. അതിനൊക്കെ എത്രയോ വലിപ്പമുള്ള സ്ഥാനത്താണ് പ്രിയ KS നിങ്ങൾ ഇന്നിരിക്കുന്നത് എന്ന രാഹുലിന്റെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. ഒരു രാഷ്ട്രീയക്കാരന്റെ പദവി നിശ്ചയിക്കുന്നത് അയാളുടെ പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ല, മറിച്ച് ജനങ്ങൾ അയാൾക്ക് നൽകുന്ന സ്നേഹമാണ്. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് സുധാകരന് വേണ്ടി അണികൾ മുദ്രാവാക്യം വിളിക്കുന്നത് വെറും വാചക കസർത്തല്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പദവിയും ഇല്ലാതെ ഒരു മൂവർക്കൊടിയും കയ്യിലേന്തി സുധാകരൻ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയാൽ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും അത് കേരളം കണ്ട ഏറ്റവും വലിയ ജനസാഗരമായി മാറുമെന്നും രാഹുൽ വിശ്വസിക്കുന്നു. ആ ജനപിന്തുണയാണ് സുധാകരന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഭരണകൂടത്തിന്റെ ദുർഭരണത്തിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കാൻ സുധാകരന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നും രാഹുൽ പറയുന്നു. ബ്രണ്ണൻ കോളേജിലെ പഴയ പോരാട്ടങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സർക്കാരിനെ ചവിട്ടി താഴെയിടാൻ സുധാകരൻ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കണമെന്നാണ് രാഹുലിന്റെ ആഗ്രഹം. കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചാൽ അത് ആവേശത്തോടെ ഏറ്റെടുക്കാൻ അണികൾ തയ്യാറാണ്. എന്നാൽ അതല്ലെങ്കിൽ പോലും കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം പകരാൻ സുധാകരൻ മുന്നിലുണ്ടാകണം. തന്റെ നേതാവിനെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്നും സുധാകരൻ ചിന്തിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെടുന്നു. വാർത്തകളിൽ കേൾക്കുന്ന അസ്വാരസ്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറയാൻ സുധാകരന് ബാധ്യതയുണ്ട്. അത്രമേൽ സ്നേഹത്തോടെയും ആരാധനയോടെയുമാണ് അണികൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രവർത്തകരെ സങ്കടപ്പെടുത്തുന്ന ഒരു തീരുമാനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നതാണ് രാഹുലിന്റെ സന്ദേശത്തിന്റെ കാതൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രതികരണം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. നേതാക്കൾ തമ്മിലുള്ള പോരുകൾക്കിടയിൽ തളർന്നു പോകുന്ന പ്രവർത്തകർക്ക് ഒരു പുതിയ ഊർജ്ജം നൽകാൻ ഈ വാക്കുകൾക്ക് സാധിക്കും. പദവികളെക്കാൾ പ്രസ്ഥാനത്തിന് മുൻഗണന നൽകണമെന്നും അണികളുടെ സ്നേഹമാണ് ഏതൊരു നേതാവിന്റെയും പരമമായ ലക്ഷ്യമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു. കെ സുധാകരൻ എന്ന പോരാളി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് തുടർന്നും ഉണ്ടാകണമെന്നാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതേസമയം കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കണ്ണൂരിൽ ഇപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് കാണുന്നത്. പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലികളിൽ നിന്നും മാറി വികസനവും വ്യക്തിപ്രഭാവവും ചർച്ചയാകുന്ന പുതിയൊരു ഘട്ടത്തിലേക്കാണ് കണ്ണൂർ നീങ്ങുന്നത്. CPM-ലും കോൺഗ്രസിലും പുതിയ തലമുറയിലെ നേതാക്കൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉറപ്പിക്കുകയാണ്. യുവജന സംഘടനകളിൽ നിന്നുള്ള നേതാക്കൾ മുഖ്യധാരയിലേക്ക് വരുന്നത് രാഷ്ട്രീയ ചർച്ചകളുടെ സ്വഭാവം മാറ്റിയിട്ടുമുണ്ട്. സൈബർ ഇടങ്ങളിലെ പ്രചാരണവും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളും കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളും UDF ക്യാമ്പിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. അണികൾക്കിടയിലുള്ള സുധാകരന്റെ സ്വാധീനം വോട്ടായി മാറ്റാൻ പാർട്ടിക്ക് കഴിയുമോ എന്നതും നിർണായകമാണ്. സ്വന്തം കോട്ടയായ കണ്ണൂരിൽ ഭരണം നിലനിർത്താൻ CPM വലിയ തോതിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് അവർ ജനങ്ങളെ സമീപിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലായി വോട്ട് വിഹിതത്തിലുണ്ടായ വർധനവ് BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ BJP പിടിക്കുന്ന വോട്ടുകൾ വിജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കും. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം എന്ന പഴയ ചർച്ചകളിൽ നിന്നും മാറി വികസനവും തൊഴിലവസരങ്ങളും ചർച്ചയാകുമെന്നതാണ് പുതിയ കാലത്തെ മാറ്റം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിന്റെ മൊത്തം ദിശ നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും.